നിയാസറാസ് കുക്ക് ബുക്ക്. ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു ട്രാവൽ എക്സ്പീരിയൻസ് ആണ്. ഞങ്ങളിവിടെ ഇപ്പോൾ ഉള്ളത് മൂന്നാറാണ്. മൂന്നാറിൽ എല്ലാവർക്കും അറിയാവുന്ന മിക്കവാറും ഒരുപാട് യൂട്യൂബേഴ്സ് റിവ്യൂ ഇട്ടിട്ടുള്ള ഡ്രീം ക്യാച്ചർ റിസോർട്ടിലാണ്. ഇത് നോക്കി, ചുറ്റും തേയിലത്തോട്ടം. ഇവിടെ വന്നിട്ട് ഒരുപാട് ആക്ടിവിറ്റീസൊക്കെ ഉണ്ട്. ഇപ്പോൾ ഒരു ആക്ടിവിറ്റീസും ചെയ്തില്ലെങ്കിൽ പോലും ഇവിടെ ചുമ്മാ ഇതും കണ്ടുകൊണ്ടങ്ങ് ഇരിക്കാൻ നല്ല രസമാണ്. അപ്പോൾ ഞങ്ങളിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് പോകണേണ്. തേയിലത്തോട്ടത്തിൻ്റെ നടുക്ക് കൂടി നടന്നുണ്ട്. അടിപൊളിയാണ്. ഫുള്ള് പച്ചപ്പ്, പിന്നെ കോട, ഒരു ചെറിയ ചാറ്റൽ മഴയുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അതിനു മുമ്പായിട്ട് ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂട്ടത്തിൽ ആ ബെൽ ഐക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇത് നമ്മുടെ ഫസ്റ്റ് ട്രാവൽ വ്ലോഗാണ്. ഒരുപാട് കുറ്റങ്ങളും കുറവുകളും മിസ്റ്റേക്സുകളൊക്കെ ഉണ്ടാവും, എല്ലാവരും ക്ഷമിക്കുക. അപ്പോൾ ഞങ്ങൾ രാവിലെ ഒരു 6 to 6:30 അതിനിടയിലായിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടോ. ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ ലൈറ്റായിട്ട് ഫുഡ് കഴിച്ചിട്ടാണ് ഇറങ്ങിയത്. എന്താ വെച്ച് കഴിഞ്ഞാൽ അവിടെ എത്തുമ്പോഴേക്കും ഒരു ടൈം ആകും, ഒരു 10 മണി അല്ലെങ്കിൽ ഒരു 11 മണിയൊക്കെ ആകുമല്ലോ. അതിനു മുമ്പായിട്ട് കുട്ടികൾക്കൊക്കെ വിശക്കും. അപ്പോൾ പുറത്തുനിന്നൊന്നും കഴിക്കേണ്ടെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ചെറുതായിട്ട് ഫുഡ് കഴിച്ചിട്ടാണ് ഇറങ്ങിയത്. ഞാൻ നഗറ്റ് സാൻഡ്വിച്ച് ഉണ്ടാക്കിയായിരുന്നു. അതിൻ്റെ വീഡിയോ നമ്മൾ ഇതിനു മുമ്പ് ഇട്ടിട്ടുള്ളതാണ്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, അല്ലെങ്കിൽ മുകളിൽ ഐക്കാർട്ടിലിടാം. കണ്ടിട്ടില്ലാത്തവർ ഒന്ന് കണ്ടു നോക്കുക. ഇപ്പോൾ ഞങ്ങൾ ചിയാപ്പാറ വാട്ടർഫോൾസിൻ്റെ അവിടെയാണുള്ളത്. ഇത് അടിമാലിക്ക് മുമ്പായിട്ടുള്ളൊരു പ്ലേസാണ് കേട്ടോ. മിക്കവാറും എല്ലാവർക്കും അറിയാവുന്നൊരു സ്ഥലമാണ്. സാധാരണഗതിയിൽ ഒരുപാട് തിരക്കുണ്ടാവുന്നൊരു ഏരിയയാണിത്. കച്ചവടക്കാരും അതുപോലെ തന്നെ ടൂറിസ്റ്റും ഒക്കെ ആയിട്ട് ഒരുപാട് തിരക്കുണ്ടാവുന്നൊരു ഏരിയയാണ്. ഇപ്പോൾ അങ്ങനെ അധികം ആളുകളൊന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ കുറച്ചധികം നേരം ഇവിടെ സ്പെൻഡ് ചെയ്തു കേട്ടോ. കുറേ വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്തു. പിന്നെ കുറേ നേരം ഈ വാട്ടർഫോൾസിലേക്ക് നോക്കി അങ്ങനെ നിന്നായിരുന്നു. അതിന് ശേഷമാണ് പിന്നീട് യാത്ര തിരിച്ചത്. ഇത് വളരെ പെട്ടെന്ന് പ്ലാൻ ചെയ്ത് പോയൊരു ട്രിപ്പായിരുന്നു കേട്ടോ. ഞങ്ങൾ പോകുന്നതിൻ്റെ തലേന്നാണ് ഈ റിസോർട്ടിൽ വിളിച്ചിട്ട് റൂം ബുക്ക് ചെയ്യുന്നതൊക്കെ. അപ്പോൾ നമ്മൾ ഈ കോവിഡിൻ്റെ ടൈമിൽ പോകുന്നതുകൊണ്ട് തന്നെ മാസ്ക് യൂസ് ചെയ്യുക, അതുപോലെ തന്നെ സാനിറ്റൈസ് ചെയ്യുക, സോഷ്യൽ ഡിസ്റ്റൻസിങ് കീപ്പ് ചെയ്യുക, ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഞങ്ങൾ ഈ ഫോട്ടോസും വീഡിയോസും എടുക്കുന്ന ആ ഒരു ടൈമിൽ മാത്രമാണ് മാസ്കൊക്കെ ഒന്ന് മാറ്റിയത്. അല്ലാത്ത ഫുൾ ടൈം മാസ്ക് യൂസ് ചെയ്തിട്ട് തന്നെയാണ് കേട്ടോ നടന്നത്. ഇത് റിസോർട്ടിൻ്റെ ഫ്രണ്ടിൽ നിന്നുള്ളൊരു വ്യൂ ആണ്. നല്ല ഭംഗിയാണ് കേട്ടോ ഇത് കാണാനായിട്ട്. അതുപോലെ തന്നെ റിസോർട്ടിലേക്ക് വരുന്നൊരു വഴിയാണിത്. രണ്ട് സൈഡിലും ചെടികളും പൂക്കളും ഒക്കെ ആയിട്ട് നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഇപ്പോൾ ചെറിയൊരു ചാറ്റൽ മഴ ഉണ്ട് കേട്ടോ. ഇവിടെ ചെക്ക് ഇൻ ടൈം പറഞ്ഞിരുന്നത് ഉച്ചയ്ക്ക് 1 മണിക്കായിരുന്നു. പക്ഷേ ഞങ്ങൾ നേരത്തെ എത്തി. ഞങ്ങളൊരു 10-11 മണിയൊക്കെ ആയപ്പോഴേക്കും ഇവിടെ എത്തിയായിരുന്നു. പിന്നെ ഒരുപാട് തിരക്കൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഞങ്ങൾക്ക് ആ സമയത്ത് തന്നെ ചെക്ക് ഇൻ ചെയ്യാൻ പറ്റി. അതിനൊന്നും വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ഇവിടെ വന്നതിന് ശേഷം ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. ഇനി നമുക്ക് റൂമൊക്കെ ഒന്ന് കാണാം.
ഞങ്ങളുടെ കോട്ടേജിൻ്റെ ഫ്രണ്ടിൽ നിന്നുള്ളൊരു വ്യൂ ആണ് കേട്ടോ ഇത്. അങ്ങേ അറ്റത്ത് കാണുന്നത് ഒരു ട്രീ ഹൗസാണ്. ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ ട്രീ ഹൗസ് തന്നെയാണ് കേട്ടോ. ഈ തേയിലത്തോട്ടത്തിനിടയിലൊക്കെ നിൽക്കുന്നത് ഓറഞ്ച് മരങ്ങളാണ്. ശരിക്കും നമ്മുടെ കോട്ടേജിൻ്റെ ഫ്രണ്ടിൽ നിന്നുള്ളത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വ്യൂ ആണ്. നല്ല രസമാണ് ഇതിങ്ങനെ നോക്കിയിരിക്കാനായിട്ട്. ഇതൊരു ഹാങ്ങിങ് ബ്രിഡ്ജാണ് കേട്ടോ. റിസോർട്ടിൻ്റെ ഫ്രണ്ടിൽ കാണുന്ന ആ ഒരു ബിൽഡിങ്ങിൽ നിന്ന് നമ്മുടെ കോട്ടേജിലേക്ക് പോകുന്നത് ഈ ബ്രിഡ്ജ് വഴിയാണ്. ഇതാണ് പൂൾ ഏരിയ. പക്ഷേ ഇപ്പോൾ പൂള് ക്ലോസ്ഡ് ആണ്. കോവിഡിൻ്റെ ഒരു പ്രോബ്ലം ഉള്ളതുകൊണ്ട് തന്നെ ഗവൺമെൻറ് റൂൾസൊക്കെ ഉണ്ടല്ലോ, അത് കാരണം പൂള് ക്ലോസ് ചെയ്തിട്ടിരിക്കുകയാണ്. നമ്മുടെ കോട്ടേജ് പ്ലാന്റേഷൻ്റെ നടുക്കാണുള്ളത്. തേയിലത്തോട്ടത്തിൻ്റെ നടുക്കൊരു കോട്ടേജ്, നല്ല രസമാണ് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ കോട്ടേജിൻ്റെ ബാക്ക് സൈഡിലായിട്ട് മുഴുവൻ ഏലത്തോട്ടമാണ്. ഇതൊരു ട്രീ ഹൗസാണ്. ഇത് ശരിക്കും നിൽക്കുന്നത് 2-3 മരത്തിൻ്റെ ഒരു സപ്പോർട്ടിലാണ്. ശരിക്കും ഇവിടെ വന്നു കഴിഞ്ഞാൽ എടുക്കേണ്ടത് ട്രീ ഹൗസ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞാനും അമ്മുക്കുട്ടിയും കൂടി ഏലത്തോട്ടം ഒന്ന് കാണാൻ വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ്.
അപ്പോൾ ഞങ്ങൾ ട്രക്കിങ്ങിന് പോയത് ഈ പൊളാരസിലാണ്. വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. നല്ല രസമായിരുന്നു. എല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്തു. ശരിക്കും ഇവിടെ വന്നിട്ട് മിസ് ചെയ്യാൻ പാടില്ലാത്ത ഒന്നാണ് കേട്ടോ ട്രക്കിങ്. അതുപോലെ തന്നെ അവിടുന്ന് ഹോഴ്സ് റൈഡിങ്ങും ഉണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ ഹോഴ്സ് റൈഡ് ചെയ്തില്ലായിരുന്നു. അതിൽ വലിയൊരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഹോഴ്സ് റൈഡ് ചെയ്തില്ല. ട്രക്കിംഗ് ആയിരുന്നു എല്ലാവരും ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തത്. അപ്പോൾ ഞങ്ങൾ തിരിച്ചു പോവാണ്. ഇവിടെ ഞങ്ങൾക്ക് വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു, നല്ല സർവീസ് ആയിരുന്നു. മാത്രമല്ല ഇവിടെ സ്പെൻഡ് ചെയ്ത ടൈം ഞങ്ങൾ വളരെ ഹാപ്പി ആയിരുന്നു, ഒരുപാട് റിലാക്സ്ഡ് ആയിരുന്നു. ഇതെൻ്റെ ഫസ്റ്റ് ട്രാവൽ വ്ളോഗാണ്. ഇതിലൊരുപാട് മിസ്റ്റേക്സ് ഒക്കെ ഉണ്ടാവും, എല്ലാവരും ക്ഷമിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂട്ടത്തിൽ ആ ബെൽ ഐക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ, ടേക്ക് കെയർ, താങ്ക് യു ഫോർ വാച്ചിങ്.